ഹായ് സ്റ്റുഡൻസ്, മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ICSEയുടെ വാട്ടർ റിസോഴ്സസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. രണ്ട് പാർട്ട് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇറിഗേഷനെ പറ്റി പറഞ്ഞിരുന്നു, പിന്നെ മോഡേൺ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ, പ്രിമിറ്റീവ് മെത്തേഡ്, പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്, വേറെ നീഡ് ഫോർ വാട്ടർ കൺസർവേഷൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ടോപ്പിക്കാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഓക്കെ, നമുക്ക് എന്തുകൊണ്ടാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യണമെന്ന് പറയുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വാട്ടർ എന്ത് ചെയ്യണം, റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് റെയിൻ വാട്ടറിൻ്റെ കാര്യത്തിലും. റെയിൻ വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം, റീയൂസ് ചെയ്യാം, റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൗണ്ട് വാട്ടറിൻ്റെ സോഴ്സ്, അതായത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ അവൈലബിലിറ്റി അത് ഇൻക്രീസ് ചെയ്യാനും എന്തിനെ കൊണ്ട് പറ്റും, റെയിൻ വാട്ടറിനെ കൊണ്ട് പറ്റും. അപ്പോൾ ടെക്നിക്ക് ഓഫ് ഇൻക്രീസിങ് ദ റീചാർജ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ബൈ സ്റ്റോറിങ് റെയിൻ വാട്ടർ ലോക്കലി. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ദ ഒബ്ജക്റ്റീവ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോയിൻ്റ് എഴുതാം. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന പോയിൻ്റ് തന്നെയാണ് ഞാനവിടെ പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് പോയിൻ്റ്, മീറ്റ് ദ ഇൻക്രീസിങ് ഡിമാൻഡ് ഓഫ് വാട്ടർ. അതായത് നമുക്കിപ്പോൾ വാട്ടർ പല ആവശ്യങ്ങൾക്കും തികയാതെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റെയിൻ വാട്ടർ ഉപയോഗിച്ച് അതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് റെയിൻ വാട്ടറിൻ്റെ ഫസ്റ്റ് പോയിൻ്റ്, ഒബ്ജക്റ്റീവിൻ്റെ ഫസ്റ്റ് പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, റെഡ്യൂസ് സർഫസ് റൺ ഓഫ്. സർഫസ് റൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വീഴുന്ന റെയിൻ വാട്ടർ മൊത്തം ഒഴുകി അപ്പുറത്തെ അയ്യത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്തുള്ള കുളങ്ങളിലോട്ടോ നദിയിലോട്ടൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്താൽ വെച്ചുള്ള മെത്തേഡ് കൊണ്ട് നമുക്ക് ആ സർഫസ് റൺ ഓഫ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അടുത്തത്, അവോയ്ഡിങ് ഫ്ലഡിങ് ഓഫ് റോഡ്സ്. നമുക്കറിയാം, ഒരു വലിയൊരു മഴ പെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ മഴവെള്ളം കൂടെ ചെന്ന് റോഡിനകത്ത് നിറയും. അപ്പോൾ റോഡ് ബ്ലോക്കായി അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, റെയിൻ വാട്ടർ തടഞ്ഞു നിർത്തി അതിനെ നമ്മൾ സ്റ്റോർ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഫ്ലഡിങ് ഒക്കെ തടയാൻ പറ്റും. അടുത്തത്, റൈസ് ദ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ബൈ ആഡിങ് ടു ഗ്രൗണ്ട് വാട്ടർ റിസർവ്സ്. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ ടേബിൾ, അതായത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ സോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട്. കാരണം ഈ കിണറിലോട്ട് ഡയറക്റ്റ് ഇപ്പോൾ റെയിൻ വാട്ടർ നമ്മൾ കളക്ട് ചെയ്തിട്ട് കിണറിലോട്ട് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കിണറിൻ്റെ ഗ്രൗണ്ട് വാട്ടർ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത്, റെഡ്യൂസ് സോയിൽ ഇറോഷൻ. ഓക്കെ, സോയിൽ ഇറോഷൻ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, കാരണം അമിതമായിട്ടുള്ള സർഫസ് എന്താ ചെയ്താൽ നമ്മുടെ സോയിലിനകത്ത് വാട്ടർ കെട്ടി നിൽക്കാതെ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോയിൽ ഇറോഷൻ കുറയ്ക്കാൻ പറ്റും. അടുത്തത്, ടു സപ്ലിമെൻറ്റ് ഡൊമസ്റ്റിക് വാട്ടർ നീഡ്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതാണ് ഇപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള പർപ്പസിന് അത് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത്, ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, അതായത് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഗ്രൗണ്ട് വാട്ടറിൻ്റെ ക്വാളിറ്റി അത് ഇൻക്രീസ് ചെയ്യാനും, കാരണം റെയിൻ വാട്ടർ എന്ന് പറയുന്നത് വളരെ പ്യൂർ ആയിട്ടുള്ളൊരു വാട്ടറാണ്. ഓക്കെ, അപ്പോൾ അത് ഈ ഗ്രൗണ്ട് വാട്ടറുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതാണ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ പ്യൂരിറ്റി ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒബ്ജക്റ്റീവ്സായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. എന്തൊക്കെ മെത്തേഡ്സ് ആയിരിക്കും ഇതിനകത്ത് ഉപയോഗിക്കുന്നത്? ഓക്കെ, എന്തൊക്കെ മെത്തേഡ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് പാത്ത് ഹോൾസ്. കൺസ്ട്രക്ഷൻ ഓഫ് പാത്ത് ഹോൾസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അതായത് വി ക്യാൻ ഹാർവെസ്റ്റ് വാട്ടർ ഇൻ സ്മാൾ ഡിച്ചസ് കൺസ്ട്രക്റ്റഡ് in those areas where there is not much underground water. Okay, the ditches can be constructed 1 to 2 meter wide and 2 to 3 meter deep and filled with rubbles and sand. Rainwater can be easily percolated through this. അതായത് നമ്മുടെ സാധാരണ അയ്യത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ പരിസരത്തൊക്കെ കുഴി എടുക്കത്തില്ലേ, മഴക്കുഴി എന്നൊക്കെ പറയും. ഓക്കെ, അതായത് പഞ്ചായത്തുകാരൊക്കെ ഒന്ന് എടുക്കത്തില്ലേ മഴക്കുഴി. അതായത് ഇപ്പോൾ ഒരു 1.5 മീറ്റർ ആഴത്തിലും ഒരു 1.5 മീറ്റർ വീതിയിലൊക്കെ സ്ക്വയർ പോലെ ഇങ്ങനെ കുഴിച്ചു വെക്കും.
എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മണലും കല്ലൊക്കെ ഇടും, ചരലൊക്കെ ഇടും. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ പെർക്കുലേറ്റ് ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും. പെർക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ അരിച്ചിറങ്ങുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ മണ്ണിലേക്ക് നല്ലതായിട്ട് അരിച്ചിറങ്ങാൻ ഏറ്റവും സഹായകമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് അതിനെ ഡിച്ചസ് എന്നാണ് വിളിക്കുന്നത്, ഡിച്ചസ്. ഓക്കെ, വാട്ടർ ഡിച്ചസ് എന്നാണ്. അപ്പോൾ പാത്ത് ഹോൾസ് എന്നും വിളിക്കാം, ഡിച്ചസ് എന്നും വിളിക്കാം. അപ്പോൾ പാത്ത് ഹോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ അരിച്ചിറങ്ങാൻ വേണ്ടി, പെർക്കുലേറ്റ് ചെയ്തിറങ്ങാൻ വേണ്ടി കുഴിക്കുന്ന ഡിച്ചസുകളാണ് ഈ പാത്ത് ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ വൈഡ് എന്ന് പറയുന്നത് 1 to 2 മീറ്റർ വൈഡും 2 to 3 മീറ്റർ ഡീപ്പും ആയിരിക്കും ആ ഹോള്. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ഡാംസ് ആണ്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് നോക്കി, ദീസ് ആർ സ്ട്രക്ചേഴ്സ് ദാറ്റ് ഇൻ്റർസെപ്റ്റ് ഓർ ഒബ്സ്ട്രക്റ്റ് ദ natural flow of groundwater and provide storage for water underground. They have been used in several parts of the world, notably India, Africa and Brazil. They are used in areas where the flows of groundwater vary considerably during the course of year, from very high flows following rain to negligible flows during the dry season. അതായത് എന്താണെന്നറിയാമോ, അതായത് വാട്ടറിൻ്റെ അധികമുള്ള സ്ഥലത്ത്, ഓക്കെ, അതായത് അധികമുള്ള സ്ഥലത്ത് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, സർഫസിലെ വാട്ടറല്ല ഫ്ലോ ചെയ്യുന്നത്, ഗ്രൗണ്ട് വാട്ടർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കാരണം വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഫ്ലോ തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാംസ് പണിയും. ഡാംസ് മേലല്ല പണിയുന്നത്, താഴെ തന്നെയാണ് ഡാംസ് പണിയുന്നത്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ആ ഫിഗർ കാണിച്ചിട്ടുണ്ട്, താഴെ തന്നെ ഡാംസ് പണിയും. അതായത് ഡാംസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു ഒബ്സ്ട്രക്ഷൻ പണിയും. ആ ഒബ്സ്ട്രക്ഷൻ നമുക്ക് വേണമെങ്കിൽ വുഡ് വെച്ച് പണിയാം, കോൺക്രീറ്റ് അങ്ങനെ ഇടത്തില്ല, വുഡാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, കുട്ടനാട്ട് പോലുള്ള റീജിയനിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വുഡ്സൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് വാട്ടർ ഡാംസ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് വാട്ടർ ഡാംസ്? ടു ഒബ്സ്ട്രക്ട് ദ നാച്ചുറൽ ഫ്ലോ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് പ്രൊവൈഡ് സ്റ്റോറേജ് ഫോർ വാട്ടർ അണ്ടർഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ പല സ്ഥലത്തും നമ്മൾ അങ്ങനെ പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ പോയിൻ്റാണ് വെൽസ് റീചാർജിങ്. എന്താണ് ഈ വെൽസ് റീചാർജിങ്? വെൽസ് റീചാർജിങ് എന്ന് പറയുന്നത് ദ വെൽസ് ദാറ്റ് ഹാവ് ബിക്കം ഡ്രൈ ആൻഡ് ആർ നോട്ട് ഇൻ യൂസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ടർ ഹാർവെസ്റ്റിംഗ്. റെയിൻ വാട്ടർ ക്യാൻ ബി ഡൈവേർട്ടഡ് ടു ഡ്രൈ ഓപ്പൺ വെൽസ്. അതായത് നമുക്ക് ഡ്രൈ ആയി കിടക്കുന്ന വെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം വറ്റി കിടക്കുന്ന വെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കൊണ്ട് ഉപയോഗിക്കാം. അതായത് സർഫസിൽ വീഴുന്ന റെയിൻ വാട്ടർ നേരെ ഇവിടെ കൊണ്ട് കൊടുക്കാം, ഒരു പാത്ത് ഹോളൊക്കെ ഡിഗ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാത്ത് ഒക്കെ ഡിഗ് ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് കിണറിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പൈപ്പ് ഉപയോഗിച്ച്, PVC പൈപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് റെയിൻ വാട്ടർ കിണറിലേക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ടും ഗ്രൗണ്ട് വാട്ടറിൻ്റെ അവൈലബിലിറ്റി കൂടും, ഗ്രൗണ്ട് വാട്ടറിൻ്റെ പ്യൂരിറ്റി കൂടും, റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാം, വാട്ടർ ഒരുപാട് നഷ്ടം നമുക്ക് വരത്തില്ല. ഓക്കെ, അതായത് കിണറിലിപ്പം ഒരു എല്ലാ വർഷക്കാലവും, വർഷത്തിലെ എല്ലാ ദിവസവും നിറഞ്ഞ് കിടക്കുകയും ചെയ്യും, ഇവാപ്പറേഷനൊക്കെ വളരെ കുറച്ച് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് വെൽസ് റീചാർജിലൂടെ പറയുന്നത്. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് പ്രിസർവിങ് ലേക്സ്, പോണ്ട്സ് ആൻഡ് ടാങ്ക്സ്. അപ്പോൾ എന്താണ് ലേക്സ്, പോണ്ട്, ടാങ്ക്, ഇതൊക്കെ പ്രിസർവ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് അർബൻ ഏരിയാസ് ഫേസസ് വാട്ടർ ലോഗിങ് ഡ്യൂ ടു ടൊറൻഷ്യൽ റെയിൻ. ഇറ്റ് ഈസ് ദെയർഫോർ crucial to channelize the and hold rain water in such areas. Lakes, ponds, tanks which are built to hold water must be protected. അതായത് നമ്മൾ പറഞ്ഞത്രയേ ഉള്ളൂ, അതായത് അർബൻ ഏരിയസിലൊക്കെ വാട്ടറിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അവിടെ വാട്ടറിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ലേക്സോ റിവേഴ്സോ പോണ്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനെയൊക്കെ പ്രിസർവ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വാട്ടർ ഹാർവെസ്റ്റിംഗ് നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ പ്രിസർവ് ചെയ്യുക, കാരണം അതൊക്കെ പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ കിട്ടുമ്പോൾ ആ വെള്ളം ആ റിവറിലും പോണ്ടിലൊക്കെ തന്നെ സംരക്ഷിച്ച് വെച്ചോളും, ലേക്സിലൊക്കെ വെച്ചോളും. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അർബൻ ഏരിയാസിൽ കുടിക്കാനും ഡൊമസ്റ്റിക് പർപ്പസസിനൊക്കെ എടുക്കാൻ പറ്റും. അതാണ് നാലാമത്തെ പോയിൻ്റ്. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ജൊഹാദ്. എ ജൊഹാദ് ഈസ് എ ക്രസൻറ്റ് ഷേപ്ഡ് ബണ്ട് which is built across a sloping catchment to capture the surface runoff. Okay, water accumulating in the jihad percolates in the soil to augment the groundwater.
The Johad is a traditionally been used in Rajasthan for harvesting water. ഓക്കെ, അപ്പോൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജൊഹാദ്. ജൊഹാദ് എന്ന് പറയുന്നത്, അതായത് ജൊഹാദ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, ഇത് വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഏറ്റവും കുറവുള്ള രാജസ്ഥാനിലും ഉത്തർപ്രദേശ്, പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ജൊഹാദ് ഉപയോഗിക്കുന്നുണ്ട്. അത് ജൊഹാദ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്റ്റീപ്പ് ഏരിയാസിൽ ഉപയോഗിക്കുന്നതാണ് ഈ ജൊഹാദ്. അതായത് ഈ നമുക്കറിയാമല്ലോ, നിങ്ങൾ ആ പടത്തിൽ കാണിച്ചിട്ടുണ്ടല്ലേ, മൊത്തം മലകളാണ്. അപ്പോൾ ഈ മലയിലൊക്കെ വെള്ളം, അതായത് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു മലയിൽ വെള്ളം, ഇപ്പോൾ റെയിൻ സീസണിൽ മലയിൽ വെള്ളം വന്ന് വീഴുന്നു. അപ്പോൾ ഈ വെള്ളം വന്ന് വീഴുമ്പോൾ ഈ വെള്ളമെല്ലാം കൂടെ ഒഴുകി അങ്ങ് താഴെ പോവാണ് പതിവ്. അപ്പോൾ ഈ വെള്ളത്തെ എവിടെയെങ്കിലും പിടിച്ചു നിർത്തണ്ടേ? അപ്പോൾ പിടിച്ചു നിർത്താനാണ് ജൊഹാദ് നമ്മൾ നിർമ്മിക്കുന്നത്. അതായത് നിങ്ങൾ ആ രണ്ടാമത്തെ ഫിഗർ നോക്കുമ്പോൾ ആ മലയിൽ കൂടെ വീഴുന്ന ആ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടി നിർത്തുന്നു അല്ലേ, ഒരു സ്ഥലത്ത് കെട്ടി നിർത്തുന്നു. അങ്ങനെ കെട്ടി നിർത്താൻ വേണ്ടി അടുത്ത മലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബണ്ട് കെട്ടിയിരിക്കുന്നു. ഓക്കെ, അടുത്ത മലയുടെ ഒരു ബണ്ട് കെട്ടിയിരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ മലയിൽ ഒരു ബണ്ട് കെട്ടിയിരിക്കുന്നു. ഓക്കെ, കണ്ടോ, രണ്ടാമത്തെ ഫിഗറാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആ രണ്ടാമത്തെ മലയിൽ ബണ്ട് കെട്ടിയിരിക്കുന്നു. ആ ബണ്ട് നമ്മൾ എന്തുപയോഗിച്ച് കെട്ടാം? കോൺക്രീറ്റോ അല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് കെട്ടാം, അല്ലെങ്കിൽ കല്ല് വെച്ച് കെട്ടാം. ഓക്കെ, അങ്ങനെ വെച്ച് കെട്ടിയാൽ റെയിനി വാട്ടർ എവിടെ വന്ന് വീഴുന്നു, ഒരു വലിയൊരു പ്ലേസിൽ വന്ന് വീഴുന്നു. അതിനെയാണ് നമ്മൾ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വെള്ളം കളക്ട് ചെയ്യുന്ന ഏരിയ, അതിനെയാണ് ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഒരു വലിയൊരു പോണ്ട് പോലെ ആവുന്നു അല്ലേ, വലിയൊരു പോണ്ട് പോലെ ആവുന്നു. അപ്പോൾ നമുക്കിനി ആവശ്യമുള്ള വാട്ടർ ഒഴുക്കി കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ട്, അവിടെ ഒരു സ്പിൽ വേ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. സ്പിൽ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത വാട്ടർ ഇത്ര ലെവലെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഹോളിൽ കൂടെ ഒഴുക്കി കളയാൻ പറ്റും. അതാണ് സ്പിൽ വേ എന്ന് പറഞ്ഞാൽ കാണിച്ചിരുന്നുണ്ട്. ഒരു ഹോള് കണക്ക് ഒരു ഹോളാണത്. ആ ഹോളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴുക്കി കളയാൻ പറ്റും, എക്സസ് വാട്ടർ ഒഴുക്കി കളയാൻ പറ്റും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പോൾ എ ജൊഹാദ് ഈസ് പ്ലാൻഡ് ടു ബി കൺസ്ട്രക്റ്റഡ് നിയർ ദ മുഗൾ ഗാർഡൻസ് അറ്റ് ദ രാഷ്ട്രപതി ഭവൻ ഇൻ ന്യൂഡൽഹി. അപ്പോൾ രാഷ്ട്രപതി ഭവനിലുള്ള മുഗൾ ഗാർഡൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ജൊഹാദ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം ഇത് ഇങ്ങനെ പോണ്ടായിട്ട് അവിടെ കിടന്നോളും, കുറേ നാളിങ്ങനെ കിടന്നോളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് ഇവാപ്പറേറ്റൊന്നും അങ്ങനെ ചെയ്യത്തില്ല. കാരണം ഒരുപാട് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ഏരിയയിലാണ് ഇത് ജൊഹാദ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡാം പോലെയാണ് സത്യം പറഞ്ഞ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഹില്ലി പ്ലേസ്, ഒരു ഹിൽ ഏരിയയിലായിരിക്കും ഇത് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഫെറോ സിമെൻറ്റ് ടാങ്ക്സ് ആണ്. അതായത് ഫെറോ സിമെൻറ്റ് ടാങ്ക്സ് എന്ന് പറയുന്നത് എന്താണ്? ജനറലി ഇൻ സ്മാൾ ഡൊമസ്റ്റിക് സിസ്റ്റംസ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ടിങ് ടാങ്ക്സ് വിത്ത് അൺകൺവെൻഷണൽ materials such as masonry is far more than that of rainwater collection and piping components. Ferro cement consists of a thin sheet of cement mortar which is reinforced with a cage made of wire mesh and steel bars. Okay, ferro cement can provide a low cost and easy to build solution to the need of low cost containers. അതായത് ഫെറോ സിമെൻറ്റ് ടാങ്ക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പം എന്താണ്, ഈ മേസൺറി ഒക്കെ വെച്ച്, അതായത് കല്ലും ബ്രിക്കൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടാങ്ക് നിർമ്മിക്കാൻ പറ്റും. പക്ഷേ അതിനുള്ള കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കോസ്റ്റ് വളരെ കുറയ്ക്കാൻ വേണ്ടി ഫെറോ സിമെൻറ്റ് ടാങ്കുകൾ ഉപയോഗിക്കും. ഫെറോ സിമെൻറ്റ് ടാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫെറോ സിമെൻറ്റ് ടാങ്ക് എന്ന് പറയുന്നത് ഒരു സിമെൻറ്റിനകത്ത്, ഓക്കെ, ഇത് ഫെറോ സിമെൻറ്റ് ടാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ വഴിയിലൊക്കെ പോകുമ്പോൾ ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ആ മരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു വയർ മെഷ് കൊടുത്തിട്ടില്ലേ, ഒരു കൂട പോലൊരു സാധനം, ഒരു വളയം പോലൊരു സാധനം. അപ്പോൾ അത് ആയിരിക്കും ഇതിൻ്റെ ഫെറോ മെഷിൻ്റെ പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഒരു വളയം, അതിനകത്ത് എന്ത് നിറയ്ക്കും, അതിനകത്ത് സിമെൻറ്റ് നിറയ്ക്കും. ഓക്കെ, അപ്പോൾ സിമെൻറ്റിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വയർ മെഷ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ സർക്കിളായിട്ടുള്ളൊരു ടാങ്കിൻ്റെ പോലത്തെ ഷേപ്പും കിട്ടും, സിമെൻറ്റിന് ബലവും കിട്ടും എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ നിർമ്മിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, കല്ലൊന്നും ആവശ്യമില്ല. അപ്പോൾ റീഇൻഫോഴ്സിന് വേണ്ടിയിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്, ഈ വയർ മെഷ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് കോസ്റ്റ് കുറഞ്ഞ സ്ഥലങ്ങളിൽ, അതായത് കോസ്റ്റ് കുറഞ്ഞ് നമുക്ക് ടാങ്കുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫെറോ സിമെൻറ്റ് ടാങ്കുകൾ ഉപയോഗിക്കുന്നത്.
Okay, this technology is particularly relevant for regions like Meghalaya, Arunachal Pradesh and Kerala, which have high frequencies of rainfall. വലിയ വലിയ റെയിൻഫാൾ ഉള്ള സ്ഥലത്ത് റെയിൻഫാൾ പെട്ടെന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് നിർമ്മിക്കുന്നതാണ് എന്ത് ഈ ഒരു ഫെറോ സിമെൻറ്റ് ടാങ്ക്സ്. ഓക്കെ, അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഹാസ് എ നമ്പർ ഓഫ് ബെനിഫിറ്റ്സ് വിത്ത് അറ്റ് എൻ ഇൻഡിവിജ്വൽ ലെവൽ ആൻഡ് അറ്റ് ദ സിറ്റി വൈഡ് ലെവൽ. ഓക്കെ, അതായത് നമുക്ക് സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്കായാലും മാത്രമല്ല ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർക്കായാലും എന്തുണ്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് റെയിൻ വാട്ടർ റീചാർജ് ഇൻ ടു ഗ്രൗണ്ട് വുഡ് ഹാവ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റി. ഇറ്റ് വുഡ് ആൾസോ സ്റ്റോപ്പ് ദ ഡിക്ലൈൻ ഓഫ് ഇൻ ഗ്രൗണ്ട് വാട്ടർ ലെവൽസ്. അതായത് നമുക്കറിയാം ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വെൽസിൽ കൂടാണ്. അപ്പോൾ വെല്ലിൽ ഇപ്പം നമുക്കറിയാം ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഡ്രൈ സീസണിൽ എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് വാട്ടർ കുറയുന്നത്? കാരണം ഗ്രൗണ്ട് വാട്ടറിൻ്റെ അവൈലബിലിറ്റി കൊണ്ടാണ്. കാരണം ഒരുപാട് ഇവാപ്രേഷനൊക്കെ നടക്കും, ഗ്രൗണ്ട് വാട്ടർ അത്രത്തോളം ഇല്ല എന്നൊക്കെയാണ്. മാത്രമല്ല ഗ്രൗണ്ട് വാട്ടറിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ കുറഞ്ഞു വരികയാണ്, പ്യൂരിറ്റിയും ക്വാളിറ്റിയൊക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് നമുക്ക് നല്ല ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിലൂടെ പറ്റും. കാരണം റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്ത് നമ്മുടെ വെൽസിലോട്ട് റീചാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു പൈപ്പ് ഉപയോഗിച്ച് റെയിൻ വാട്ടർ കിണറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ കൂടും. മാത്രമല്ല ഗ്രൗണ്ട് വാട്ടർ കുറച്ച് പ്യൂരിഫൈ ആവും. ഗ്രൗണ്ട് വാട്ടറിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബ്രിങ് ഡൗൺ കൺസ്യൂമർ യൂട്ടിലിറ്റി. That is water supply bills, and this is of the great value especially to institutions which spend considerable amount of money on water. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ തന്നെ അറിയാം, എന്താണ് ഒരു ദിവസം എത്രമാത്രം വാട്ടർ ആവശ്യമാണ് അല്ലേ? എത്രമാത്രം നിങ്ങളിപ്പം ഒരു കുട്ടി എത്രമാത്രം വെള്ളം ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് തന്നെ അറിയാം. അതുപോലെ എത്ര കുട്ടികൾ നിങ്ങളുടെ സ്കൂളിലുണ്ട്, അത് അവരിത്രയും വെള്ളം ഉപയോഗിച്ചാലോ, അത്രയും വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ആലോചിച്ച് നോക്കെ. അപ്പോൾ എന്തുമാത്രം വെള്ളം നമ്മൾ ഒരുമിച്ച് പാഴാക്കി കളയുകയും ഒരുപാട് നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്നുണ്ട്. അപ്പം റെയിൻ വാട്ടറിലൂടെ ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ പരിഹരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടറൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെച്ചുകൂടെ? അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൂടെ? അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതായത് കൺസ്യൂമർ യൂട്ടിലിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ വാട്ടർ സപ്ലൈ ബില്ലും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അടുത്തൊരു പോയിൻ്റ് റെയിൻ വാട്ടർ ഈസ് ഫ്രഷ് വാട്ടർ വിച്ച് മേക്സ് ഇറ്റ് ഫേവറബിൾ ഫോർ യൂസ് ഇൻ എ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഇൻ ഹോംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രി. ഇറ്റ് സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. റെയിൻ വാട്ടർ ക്യാൻ ഫങ്ഷൻ ആസ് എ യൂസ്ഫുൾ സപ്ലിമെൻ്ററി സപ്ലൈ, thus reducing stress on public water supply sources. അതായത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഹോംസിലും ഇൻഡസ്ട്രീസിലും കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലൊക്കെ റെയിൻ വാട്ടർ എന്ത് ചെയ്യാം? ഫ്രഷ് വാട്ടർ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. കാരണം റെയിൻ വാട്ടർ എന്ന് പറയുന്നത് പ്യുവറാണ്. ഇത്രയും പ്യുവർ ആയിട്ടുള്ളൊരു വാട്ടർ ഇല്ല സത്യം പറഞ്ഞാൽ. റെയിൻ വാട്ടർ വളരെ പ്യുവർ വാട്ടറാണ്. അപ്പോൾ അതെന്ത് ചെയ്യാം? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ വാട്ടർ സപ്ലൈ നീഡ്സൊക്കെ എന്ത് ചെയ്യാം? അതിലൂടെ പരിഹരിക്കാൻ പറ്റും. അതുപോലെ റെഡ്യൂസിങ് ദ സ്ട്രെസ് ഓൺ പബ്ലിക് വാട്ടർ സപ്ലൈ സോഴ്സസ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു സ്ട്രെസ്സ്, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഭയങ്കര സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇത്രയും അതിൻ്റെ അവരുടെ ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് നേരിടുന്ന പ്രധാന വെല്ലുവിളി. അപ്പോൾ ഡ്രൈ സീസണിലൊക്കെ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് ഇൻ കോസ്റ്റൽ ഏരിയാസ് വേർ ദെയർ ഈസ് എക്സസ് ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ, recharge of rainwater into ground would prevent sea water ingress into fresh water aquifers. അതായത് കോസ്റ്റൽ ഏരിയാസിൽ ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റീചാർജ് ഓഫ് റെയിൻ വാട്ടർ ഇൻ ടു ഗ്രൗണ്ട് വുഡ് പ്രിവെൻറ്റ് സീ വാട്ടർ ഇൻഗ്രസ് ഇൻ ടു ഫ്രഷ് വാട്ടർ അക്വിഫേഴ്സ്. അതായത് ഇപ്പം കോസ്റ്റൽ ഏരിയാസിലൊക്കെ കിണറുകളിലെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രാക്കിഷ് ആയിരിക്കും വാട്ടർ. ബ്രാക്കിഷ് എന്ന് പറഞ്ഞാൽ ഉപ്പ് രസമുള്ള വാട്ടർ ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഉപ്പ് രസമുള്ള വാട്ടർ സീ വാട്ടർ നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിലോട്ട് മിക്സ് ആവുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? റെയിൻ വാട്ടർ നന്നായിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. റെയിൻ വാട്ടർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ
ഗ്രൗണ്ട് വാട്ടറും സീ വാട്ടറും തമ്മിലുള്ള മിക്സിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം ഉറപ്പായിട്ടും എന്താണ്, വെള്ളം അധികമായി കഴിഞ്ഞാൽ പിന്നെ അത് മിക്സ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അടുത്തത് 5ാമത്തെ പോയിന്റ് പറയുന്നത് അർബൻ ഫ്ലഡിങ് ക്യാൻ ബി കൺട്രോൾഡ് ഇഫ് ദ റെസിഡൻസ് ഓഫ് എ സിറ്റി harvest rainwater from their rooftops for future use or take steps to effectively recharge groundwater within their premises. അപ്പോൾ അർബൻ ഫ്ലഡിങ് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കിപ്പം കേരളത്തിലെ കണ്ടുവരുന്നൊരു കാര്യമാണ്, ഓഗസ്റ്റ് മാസത്തിലൊക്കെ ഫ്ലഡിങ് ഉണ്ടാവും. അപ്പോൾ ഫ്ലഡിങ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ റെയിൻ വാട്ടർ ഏറ്റവും കൂടുതൽ വരുന്നതുകൊണ്ടാണ് ഫ്ലഡിങ് ഉണ്ടാകുന്നത്. അപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അടുത്തത് യൂസിങ് ഹാർവെസ്റ്റഡ് റെയിൻ വാട്ടർ റെഡ്യൂസസ് വാട്ടർ ഡിമാൻഡ് ഫ്രം പബ്ലിക് വാട്ടർ സപ്ലൈ വിച്ച് ഇൻ ടേൺ റെഡ്യൂസസ് എനർജി കൺസംഷൻ ഇൻ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും, അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജിയുടെ സപ്ലൈ ചാർജസ് കുറയ്ക്കാം. മാത്രമല്ല ഡിസ്ട്രിബ്യൂഷന് പമ്പ് ഉപയോഗിച്ചാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷന് ചിലവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഓരോ വീട്ടിലും ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ സംവിധാനം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, കാരണം ഗവൺമെൻറ് തന്നെ ഒരു ഡിസിഷൻ, ഗവൺമെൻറ് തന്നെ ഒരു ഭാരം കുറയ്ക്കാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മുടെ വാട്ടർ കൺസപ്ഷൻ ചാർജും വാട്ടർ സപ്ലൈ ചാർജും ഡിസ്ട്രിബ്യൂഷൻ ചാർജൊക്കെ കുറയ്ക്കുവാനും അതുകൊണ്ട് സാധിക്കും. കാരണം നല്ല ഫ്രഷ് വാട്ടർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബെനിഫിറ്റ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 6 പോയിൻ്റ് ഉണ്ട്. 6 പോയിൻ്റ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇത് തന്നെ ഈ പോയിൻ്റുകൾ തന്നെ എഴുതണമെന്നില്ല, ചുരുക്കി എഴുതിയാലും മതി. 1 വേർഡായിട്ടോ ഒരു ഒക്കെ എഴുതിയാലും മതി, മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനാണ്. മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനും നീഡ് ഓഫ് കൺസർവേഷൻ ഓഫ് വാട്ടറിൻ്റെ ആക്ട്, 3 ആക്ട് ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതേ ചോദിക്കും. പിന്നെ എന്ന് പറയുന്നത് സർഫസ് വാട്ടർ ഗ്രൗണ്ട് വാട്ടർ തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ ചോദിക്കാം. പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിൻ്റെ മെത്തേഡ് ചോദിക്കാം. അതിനകത്ത് നമ്മൾ 6 മെത്തേഡ് പഠിച്ചു. ഓക്കെ, അതിനകത്ത് ജോഹദ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫെറോസിമിൻ്റെ ടാങ്ക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാട്ടർ റീചാർജിങ്, ഞാൻ അത് നിങ്ങൾ എഴുതാനേ ഉള്ളൂ. വാട്ടർ റീചാർജിങ്, പിന്നെ ഗ്രൗണ്ട് വാട്ടർ ഡാംസ്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത്